ശരി, ജോയിന്റ് കൗൺസിൽ കൺവീനർ ശ്രീ കെ.പി. ഗോപകുമാർ നമുക്ക് ഒപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഗോപകുമാർ, അല്പസമയത്തിനകം നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്നറിയാം. ഇതിപ്പോൾ സംസ്ഥാനത്ത് ഒരുപാട് സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർ ഒരു 12,000 രൂപയൊക്കെ അധികം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഈ ജോലി ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമാവാത്ത രീതിയിൽ ദുഷ്കരമായ ഒരു കാര്യം. അതെങ്ങനെയെങ്കിലും അവർ ചെയ്ത് തീർത്തേനെ, ഒരു പക്ഷേ സമയം കിട്ടിയാൽ. പക്ഷേ ഇത് ഒരു മാസം സമയമിരിക്കെ തന്നെ ഇന്ന് തീർക്കണം, ഇപ്പോൾ തീർക്കണം, അല്ലെങ്കിൽ നിങ്ങൾ റെഡ് സോണിലാവും, റെഡ് ലൈറ്റിലാവും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും അതിനൊപ്പം ചില ഭാഗങ്ങളിൽ ഈ വലിയ രാഷ്ട്രീയ സമ്മർദ്ദവും. ഇത് എല്ലാവർക്കും ഒരുപോലെ താങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതിൻ്റെ ഒരു ഇരയാവാം അനീഷ് എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇത് ഒരുപാട് പേരുടെ പ്രശ്നമാണല്ലോ. ഒരു സർവീസ് സംഘടന എന്ന നിലയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യും ഇതിൽ? അല്ല, അത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇന്നിപ്പോ സംസ്ഥാന വ്യാപകമായി BLAമാർ മറ്റ് നിർവാഹമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രതിഷേധിക്കാനും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസുകളിലേക്കും ജില്ലാ ഇലക്ടറൽ ഓഫീസുകളിലേക്കും ജില്ലാ കളക്ടർമാരാണ് അവിടത്തേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നിർഭാഗ്യകരമായ ഒരവസ്ഥ ഈ BLOമാരെ അമിതമായ ജോലിഭാരത്തിന് അടിച്ചേൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അനീഷ് ജോർജിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു കണ്ടപ്പോ നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാസ്തവവിരുദ്ധമായ കണക്കുകളാണ് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ കണക്കുകൾ പ്രകാരമുള്ള ഫോം വീടുകളിൽ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിയിക്കാൻ ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ദിവസം ഈ അനീഷ് ജോർജിന്റെ അടക്കം ആത്മഹത്യയിലേക്ക് നയിച്ചത് വീടുകളിൽ കൊണ്ടുപോയി ഈ ഫോം വിതരണം ചെയ്ത് പൂർത്തിയാക്കി അതിന്റെ ഫോം അപ്ലോഡ് ചെയ്യണം എന്നുള്ള ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മാനസികമായ സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തതുകൊണ്ടാണ് അനീഷ് ജോർജ് ആത്മഹത്യയിലേക്ക് പോയത്. കേരളത്തിലെ BLOമാരായി ജോലി ചെയ്യുന്ന ഇരട്ട ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാർ കൂട്ട ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഇന്ന് BLOമാരോട് ജോലിയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ആകെ പ്രതിഷേധിക്കാനും തീരുമാനിച്ചിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് ഇപ്പോ കണ്ണൂർ ജില്ലാ കളക്ടർ ഇന്ന് പത്രത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അനീഷ് ജോർജിന് 50 ഫോം മാത്രമേ കൊടുത്തു തീർക്കാനുള്ളൂ എന്നാണ്. മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 94% ഫാമും പൂർത്തിയാക്കിയെന്നുള്ള വാസ്തവ വിരുദ്ധമാണ്. ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വീടുകളിലേക്ക് പോയി അന്വേഷിക്കണം. ഈ ഫോമുകൾ വിതരണം ചെയ്ത് പൂർത്തിയാക്കാൻ സാധ്യമാകാതെ വലിയ മാനസികമായ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും BLO ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരും. അവരാരും അങ്ങോട്ട് അപേക്ഷ കൊടുത്ത് BLOമാരായതല്ല. ഇലക്ഷൻ കമ്മീഷൻ സ്വമേധയാ അവരെ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ടതാണ്. വീടുകളുമായി ഒരു പരിചയമില്ലാത്ത വനിതകളടക്കമുള്ള ജീവനക്കാർ 1000-വും 2000-വും ഫോമുകളുമായി വീടുകളിൽ കയറിയിറങ്ങി ആളുകളെ കണ്ടുപിടിച്ച് ഇത് നേരിട്ട് കൊടുത്ത് അവരുടെ സംശയം ഫോം പൂരിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഈ SIRമായി ബന്ധപ്പെട്ടുള്ള സംശയത്തിനെല്ലാം മറുപടി പറഞ്ഞ് ഇത് പൂർത്തിയാക്കണമെങ്കിൽ ആവശ്യമായ സമയം അനുവദിക്കണം. കഴിഞ്ഞ 5-ാം തീയതി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ നിവേദനം കൊടുത്തു ജോയിന്റ് കൗൺസിൽ. അദ്ദേഹം മറുപടി തന്നത് അദ്ദേഹത്തിന്റെ നിസ്സഹായാവസ്ഥ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവിടുത്തെ സംവിധാനത്തിന് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിവാശി നിർബന്ധമാണ് ഇത് നടപ്പിലാക്കുക എന്നുള്ള മറുപടിയാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് നിവേദനം കൊടുത്തു. ഇവിടെ വലിയ പ്രതിസന്ധി ഉണ്ട്. സമയബന്ധിതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ കേരളം ഒന്നാകെ നിൽക്കുമ്പോൾ അതിനിടയിൽ ഈ പ്രവർത്തനങ്ങൾ ചെയ്തു തീർക്കാൻ ആവശ്യമായ സമയം അനുവദിക്കണം. അതുവരെ ഇതൊന്ന് മാറ്റിവെക്കുകയോ ആവശ്യമായ സമയം നൽകുകയോ ചെയ്യണമെന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ കൊടുത്തു. മറുപടിയൊന്നും ലഭ്യമായില്ല. ഇപ്പൊ അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്തു. ഞങ്ങൾക്ക് ഓരോ ദിവസവും വരുന്ന സന്ദേശം വനിതകളടക്കമുള്ള 100 കണക്കിന് ജീവനക്കാർ ജോലി ഉപേക്ഷിച്ച് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. കൂട്ട ആത്മഹത്യയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലെ ജീവനക്കാരെ നിർബന്ധിതമാക്കുന്ന കൂട്ട ആത്മഹത്യയിലേക്കാണ്. അത് എത്ര പ്രത്യാഘാതം നേരിടേണ്ടി വന്നാലും അത് അനുവദിച്ചു കൊടുക്കേണ്ടതില്ല. ഇന്നത്തെ മാർച്ചിന് ശേഷം
കേരളത്തിലെ അധ്യാപക സംഘടനകളും സർവീസ് സംഘടനകളും ഒരുമിച്ച് കൂടി ആലോചിച്ചുകൊണ്ട് തുടർ പ്രവർത്തികൾ ആലോചിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇതിനെ നേരിടണമെന്നുള്ളതാണ് കേരളത്തിലെ സംഘടനകളാകെ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. ഇതിനുശേഷം ഞങ്ങൾ യോഗം ചേരും. ഭാവി എന്തെന്നതിനെ സംബന്ധിച്ച് എങ്ങനെ നേരിടണമെന്നുള്ളതിനെ സംബന്ധിച്ച് ആലോചിക്കും. ശ്രീ ഗോപകുമാർ, ഒരു മാനസിക ആരോഗ്യത്തെക്കാൾ, സ്വന്തം മാനസിക ശാരീരിക ആരോഗ്യത്തെക്കാൾ, സ്വന്തം ജീവനേക്കാൾ വലുതല്ല ഒന്നും. അത് നിസ്സംശയം നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഇത് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, എന്താണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുക? ജോലിയേക്കാൾ ജീവനേക്കാൾ പ്രധാനമല്ല ജോലി എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ജീവനുണ്ടെങ്കിലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അമിതമായ മാനസിക സംഘർഷത്തിലേക്ക് ജീവനക്കാരെ ചെയ്തു തീർക്കാൻ കഴിയാത്ത ജോലിഭാരം അടിച്ചേൽപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം ഈ കേരളത്തിൽ പൊതുവായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ രീതിയിലെല്ലാം അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ആലോചിക്കും. ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. കണ്ണൂർ ജില്ലാ കളക്ടർ വാസ്തവവിരുദ്ധമായ ഒരു പ്രസ്താവന ഇന്ന് പത്രങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അനീഷ് ജോർജ് ഒരു മാനസിക സംഘർഷവുമില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഒരു പരാതിയും ലഭ്യമായിട്ടില്ല മാനസിക ഈ അമിത ജോലിഭാരത്തെ സംബന്ധിച്ച്. അദ്ദേഹം തന്ന മറുപടി ഇപ്പൊ പ്രസ് മീറ്റ് നടക്കുമ്പോൾ ഞങ്ങൾ കാണിക്കും. ഞങ്ങൾ കൊടുത്ത പരാതിക്ക് അദ്ദേഹം മറുപടി തന്നിട്ടുണ്ട്. ജോലിഭാരമുണ്ട്, ഇരട്ട ജോലി അടിച്ചേൽപ്പിക്കപ്പെടുന്നു, ഇതിന് പരിഹാരം കാണണം. അത് മറച്ചു വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷനും കണ്ണൂർ ജില്ലാ കളക്ടറും. യഥാർത്ഥത്തിൽ അനീഷിന്റെ ആത്മഹത്യക്ക് പ്രേരണാ കുറ്റത്തിന് പ്രതി ചേർക്കപ്പെടേണ്ടവരാണ് കണ്ണൂർ ജില്ലാ കളക്ടറും ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഏതെങ്കിലും ഒരു അനീഷിന് ഒരുപക്ഷെ ഒറ്റയ്ക്ക് പ്രതികരിക്കാനായെന്ന് വരില്ല, ഒറ്റയ്ക്ക് പ്രതിഷേധിക്കാനായെന്ന് വരില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ പോലും ആയെന്ന് വരില്ല. അതിന് നിങ്ങളെപ്പോലുള്ള സർവീസ് സംഘടനകൾക്ക്, സംഘടനാ തലപ്പത്തുള്ളവർക്കൊക്കെ കഴിയട്ടെ. ഇത്രയേറെ പേരെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ, ഇത്രയേറെ പേരെ വലിയ സമ്മർദ്ദത്തിൽ, ഇന്നലെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ ആ സുഹൃത്തിൻ്റെ സഹോദരൻ BLO ആയി ജോലി ചെയ്യുന്നു. അപ്പോൾ 3 ദിവസം ഇവിടെ നിന്ന് അവിടെ പോയി താമസിച്ച് സഹോദരനെ സഹായിക്കാൻ വേണ്ടി 3 ദിവസം അവിടെ പോയി താമസിക്കുകയാണ് എന്ന് പറയുന്നു. ഭാര്യമാർ ഇത്തരം BLO ജോലികളിലുള്ള ഭർത്താക്കന്മാർ ലീവ് എടുത്ത് അവരുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ ഇത് സംസ്ഥാനത്തെ പല കുടുംബങ്ങളെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി, അല്ലെങ്കിൽ പല മനുഷ്യന്മാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഒരു 3-4 തവണ ഒരു വീട്ടിൽ പോവുക, 600 മുതൽ 1500 വരെ വോട്ടർമാരെ കാണുക, അവരുടെ മുഴുവൻ സംശയങ്ങൾ തീർത്തു കൊടുക്കുക. പലപ്പോഴും അവരുടെ പേര് പട്ടികയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. 2002 പട്ടിക വെച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. അതൊക്കെ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഒറ്റ കാര്യം മാത്രം, ജോലിയേക്കാൾ പ്രധാനപ്പെട്ടതാണ് ജീവിതം. അതിൽ യാതൊരു സംശയവുമില്ല. ജീവിതവും ജീവനും കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തുമെന്ന് എല്ലാവരും ആലോചിക്കേണ്ട, അത് രാഷ്ട്രീയ പ്രവർത്തകരായാലും ഉദ്യോഗസ്ഥരായാലും ഒക്കെ തിരിച്ചറിയേണ്ട ഒരു കാലമാണ്. എന്തായാലും നമുക്ക് ഈ BLO എന്താണ്, അവരുടെ ജോലി എന്താണ് എന്നുകൂടി ഒന്ന് പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രതിനിധിയാണ് ഈ BLO. 1950 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 13B പ്രകാരം സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറാണ് ഈ BLOമാരെ നിയമിക്കുന്നത്. അത് സാധാരണ രീതിയിൽ അധ്യാപകർ, അംഗൻവാടി പ്രവർത്തകർ, പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ലെവൽ വർക്കർമാർ, വൈദ്യുതി ബിൽ റീഡർ, പോസ്റ്റ്മാൻ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ സർക്കാർ, അർദ്ധ സർക്കാർ പ്രവർത്തകരെയാണ് BLO ആയി നിയമിക്കുക. ഇവരുടെ ജോലി എന്ന് പറയുന്നത് വോട്ടർ പട്ടിക പുതുക്കുക, വോട്ടർമാരെ ചേർക്കുക, തിരുത്തു വരുത്തുക, വോട്ടർമാരെ ഒഴിവാക്കുക, ഇതൊക്കെ BLOയുടെ ചുമതലയാണ്. വീടുകളിൽ നേരിട്ട് ഈ വോട്ടർമാരോട് സംസാരിച്ച് വേണം വോട്ടർ പട്ടികയിലെ കാര്യങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരൊക്കെ തന്നെയാണ് ഇവർക്ക് തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തിലെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക, ഈ ചുമതലയൊക്കെ ഉണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ജോലികളൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് അവരെ ഇത്രയേറെ തീവ്ര പരിഷ്കരണം, വോട്ടർ പട്ടിക പരിഷ്കരണം എന്നൊരു തീവ്രമായ പരീക്ഷണത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ തള്ളിവിട്ടിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇവർ, സമ്മർദ്ദങ്ങളിലേക്ക് ചെന്ന് എത്തിയിട്ടുള്ളത്. ഇന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ജോലികളിൽ നിന്ന് BLOമാർ വിട്ടു നിൽക്കുകയാണ്. അനീഷിൻ്റെ ആത്മഹത്യ വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആ ചർച്ചയ്ക്കൊടുവിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയില്ല. കാരണം ഇത് ഇപ്പോൾ ബീഹാറിലൊക്കെ നമ്മൾ നടന്നത് കണ്ടതാണ്. സമാനമായ രീതിയിൽ കേരളത്തിൽ അത് നടക്കുമോ എന്നതാണ് അറിയേണ്ടത്.
ഡിസംബർ 4 വരെയാണ് ഇവർക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. രാവിലെ ഒരു 6 മണിക്കൊക്കെ തുടങ്ങിയാൽ പോലും പലപ്പോഴും 8 മണി, രാത്രി 8 മണിയൊക്കെ കഴിഞ്ഞാലാണ് ഇവർക്ക് ഈ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നത്. പലപ്പോഴും പകലൊന്നും വീട്ടിൽ ആളുണ്ടാവില്ല. ആ വീട്ടിൽ പലതവണ പോവേണ്ടി വന്നാലായിരിക്കും അവിടെ ഉള്ളവരെ കാണാൻ കഴിയുക. ഇതിനും അപ്പുറത്ത് മറ്റൊരു വലിയ വെല്ലുവിളി കൂടിയുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ഈ BLOമാർ എത്തുമ്പോൾ ഇവർ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് എത്തിയതെന്ന പേരിൽ വാതിൽ തുറക്കാൻ പോലും മടിക്കുന്ന ആളുകളുണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെ എന്തൊക്കെ തരം പ്രതിസന്ധികളാണ് ഒരു 12,000 രൂപ വർഷം അധികം കിട്ടുമെന്നൊരൊറ്റ കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ജോലി ഏറ്റെടുത്ത മനുഷ്യന്മാർ നേരിടേണ്ടി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. അനീഷിൻ്റെ കാര്യമെടുത്താൽ കുന്നരു AUP സ്കൂളിൽ അറ്റൻഡൻ്റായ അനീഷ് 417 വീടുകളിൽ 1149 ഫോം നൽകി. ഇനിയൊരു 35-50 ഫോമുകൾ മാത്രമാണ് കൊടുക്കാനുള്ളത്. ആ ഫോം തിരിച്ചു വാങ്ങേണ്ട തീയതിയായിരുന്നു ഇന്നലെ. വൈകിട്ടാവുമ്പോഴത്തേക്കും അത് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്ന സമ്മർദ്ദം അനീഷിനെ അലട്ടി എന്നാണ് പറയുന്നത്. കണ്ണൂരിലെ അനീഷിൻ്റെ കാര്യം നമ്മൾ പറയുന്നു. കണ്ണൂരിൽ മാത്രമല്ല, രാജസ്ഥാനിലും ബൂത്ത് ലെവൽ ഓഫീസറായി ജോലി ചെയ്യുന്ന ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന വിവരം പുറത്തുവരുന്നു. ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ സർക്കാർ സ്കൂൾ അധ്യാപകനായ മുകേഷ് ജംഗിതാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ബിന്തയാഗ റെയിൽവേ ക്രോസിന് സമീപമായിരുന്നു സംഭവം. SIR ജോലികൾ കാരണം മുകേഷ് സമ്മർദ്ദം നേരിട്ടിരുന്നു. സൂപ്പർവൈസർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും സസ്പെൻഷൻ ഭീഷണിയുണ്ടെന്നും എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതായും സഹോദരൻ ഗജാനന്ദ് പറഞ്ഞു. ഒറ്റക്കാര്യം കൂടി ഇത് കാണുന്ന പ്രേക്ഷകരോട്, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ രീതിയിൽ പരിശീലനം നേടിയ ആളുകളോട് സംസാരിക്കുക. ആ പ്രശ്നത്തെക്കുറിച്ച് സംസാരിച്ച് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇത്തരം വാർത്തകൾ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കും. എപ്പോഴും ദുർബലരായ മനസ്സുള്ളവരെ അത് സ്വാധീനിക്കുകയും ഇത് തന്നെയാണ് തൻ്റെയും പ്രശ്നം എന്ന രീതിയിൽ അതിലേക്ക് തിരിയുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. കൃത്യമായ ഉപദേശങ്ങൾ തേടുക. നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാനസിക സംഘർഷമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ പ്രവർത്തിക്കുക. ഇടവേള.